ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടങ്ങുമ്പോൾ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് മുൻ സീസണുകളിലെ ആവർത്തനങ്ങളല്ല, വരുന്ന കണ്ടസ്റ്റൻസിന്റെ ഫേക്ക് കാർഡുകളല്ല, ലവ് സ്ട്രാറ്റജിയും പെങ്ങൽ പാസവും ഒന്നുമല്ല, അതുപോലെ മസിൽ പവറും കരുത്തും ഒന്നുമല്ല പ്രേക്ഷകർ വിലയിരുത്തുന്നത്. ഒരു കണ്ടസ്റ്റന്റ് എത്രത്തോളം പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്, ഓരോ ടാസ്കുകളിലും എങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, ടാസ്കുകൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെ കളിക്കുന്നു, മറ്റുള്ളവരെ എങ്ങനെ കളിപ്പിക്കുന്നു, അതുപോലെ തന്നെ എത്രത്തോളം റിയൽ ആയിട്ട് നിൽക്കുന്നുവെന്നും സ്വന്തം നിലപാടുകളും അഭിപ്രായങ്ങളും എങ്ങനെ പറയുന്നുവെന്നുമാണ് പ്രേക്ഷകർ നോക്കുന്നത്. ഇതിൽ മസിൽ പവറിനേക്കാൾ ബുദ്ധിയാണ് വർക്കൗട്ട് ആക്കേണ്ടത്. ഏതൊക്കെ സാഹചര്യങ്ങളിൽ സംസാരിക്കണമെന്നും സംസാരിക്കാതെ ഇരിക്കണമെന്നും സ്വയം തിരിച്ചറിഞ്ഞുള്ള ബുദ്ധിപൂർവമായ നീക്കം. ഇതുപോലെയുള്ള ബ്രില്യൻ സ്ട്രാറ്റജികൾ എന്നും പ്രേക്ഷകർ വിലയിരുത്തുകയും മികച്ചതിനെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുകയും ചെയ്യും. മുൻ സീസണുകളിൽ പലർക്കും കിട്ടിയിട്ടുള്ള സപ്പോർട്ട് ഇതിനുദാഹരണമാണ്. ഒരു സീസൺ തുടങ്ങുമ്പോൾ ചില കണ്ടസ്റ്റൻസിന് പുറത്ത് നല്ല ഫാൻ ബേസ് ഉണ്ടാകും, കുറെ ബ്ലൈൻഡ് ഫാൻസും ഉണ്ടാകും, അതുപോലെ കാശെറിഞ്ഞ് പ്രൊമോഷൻ നടത്താൻ PR ഏജൻസികളും കാണും. എന്നാൽ ഇതിനൊക്കെ മേലെയാണ് ബിഗ് ബോസ് മലയാളത്തിലെ റിയൽ ഓഡിയൻസിന്റെ സപ്പോർട്ട്. അതിനു മുകളിൽ ഒന്നും തന്നെയില്ല. സോ പലവിധ കാർഡുകളും പാസം സ്ട്രാറ്റജികളും PR ഒക്കെ വെച്ച് ഒരു താൽക്കാലിക പിടിച്ചുനിൽപ്പ് ബിഗ് ബോസ് ഹൗസിൽ സാധിച്ചാലും വിജയം സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിന്ന് റിയലായി ബുദ്ധിപൂർവമായ ഗെയിം കളിക്കുന്നവർക്കായിരിക്കും. ഭൂരിപക്ഷം പ്രേക്ഷകരും സപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെയുള്ളവരെ ആയിരിക്കും. അതുകൊണ്ട് വരാൻ പോകുന്ന സീസൺ 7 കണ്ടസ്റ്റൻസ് ഫേക്ക്നെസ് എടുത്തു കളഞ്ഞ് റിയലായി കളത്തിലിറങ്ങി കളിക്കുക. പ്രേക്ഷകർക്ക് മികച്ചൊരു ബിഗ് ബോസ് സീസൺ സമ്മാനിക്കൂ. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.